കൊച്ചി അബുദാബി വിമാനത്തിലെ യാത്രാ നിരക്ക് യാത്രക്കാർക്ക് ഇന്ന് യാത്ര തുടരാനാകില്ല. രാത്രി 9:30 പോകേണ്ടിയിരുന്ന യാത്രക്കാരായിരുന്നു. എന്തായാലും ഇവർക്ക് 12:30 വിമാനത്തിൽ പോകാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അതും സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതോടെ 100-ലധികം യാത്രക്കാർ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും ലിസ്റ്റിൽ പേരില്ലെന്നാണ് അധികൃതർ പറയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ അതിഥി കൂടി ചേരുന്നുണ്ട്. അപർണയാണ് ഈ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന യാത്രക്കാരി കൂടിയാണ്. അപർണ, ഇപ്പോഴും വിമാനത്താവളത്തിൽ തുടരുകയാണോ? അതെ, ഇപ്പോൾ ഞാനിവിടെ 5:30 എത്തിയതാണ്. അപ്പോഴാണ് അവര് ചെക്കിന്റെ അവിടെ ചെന്നപ്പോ പറയുന്നത് നമ്മളുടെ പേരില്ലാന്ന്. പിന്നെ നോക്കുമ്പോ ഒരു 150 ആൾക്കാർ ഇതുപോലെ തന്നെ അവരിവിടെ കൊണ്ടിരുത്തി. അതിനുശേഷം ഒരു ടിക്കറ്റ് റീഇഷ്യൂ ചെയ്തു. അപ്പോൾ അത് കൊണ്ടുപോയി ചെക്കിന് ചെന്നപ്പോ കൗണ്ടറിൽ സ്റ്റാഫ് ഇല്ല. നമ്മൾ തന്നെ എന്നിട്ട് കുറെ സമയം നിന്ന് ബഹളം ഉണ്ടാക്കി സ്റ്റാഫിനെയൊക്കെ കൊണ്ടുവന്നിരുത്തി. സ്റ്റാഫ് ഒരു ബാഗ് എടുത്ത് അത് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും, ചെക്കിൻ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും എമിഗ്രേഷൻ ക്ലോസ് ചെയ്തു എന്നിട്ട് നമ്മളെ തിരിച്ചു വിട്ടു. പിന്നെ 12:50 ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും സമയം നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. ഇവരുടെ ഒരേ കൗണ്ടറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയും അവിടെ ചെല്ലു, അവിടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 12:50 ഫ്ലൈറ്റും ലാസ്റ്റ് പറഞ്ഞു ഇതിലിനി പറ്റില്ല, ഇനി നാളത്തേക്കുള്ള ഫ്ലൈറ്റിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുറെ ബഹളം ഉണ്ടാക്കിയപ്പോൾ നാളത്തേക്ക് ആദ്യം ലോഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പൊ നാളത്തേക്കുള്ള ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തന്നിട്ടുണ്ട്. 8:50 ദുബായ് ഫ്ലൈറ്റ്. ഇത് അബുദാബിക്കായിരുന്നു. ഇപ്പോൾ ദുബായ് ഫ്ലൈറ്റ് ഇഷ്യൂ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ലോഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഹോട്ടൽ അക്കോമഡേഷൻ തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പുറത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ട്. കുറെ സമയമായിട്ട് ഇവിടെ പുറത്തിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഭക്ഷണവും ഒപ്പം തന്നെ താമസവും അവർ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പൊ ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിലാണ് അത് പറഞ്ഞത്. നമ്മൾ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് പറഞ്ഞത് ലോഞ്ചിലിരിക്കാനാണ് പറഞ്ഞിരുന്നത്. എന്തായാലും യാത്ര കൺഫേം ആയി. നാളേക്ക് യാത്ര കൺഫേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ നാളത്തെ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ആയതുകൊണ്ട് വിശ്വാസമില്ല. എന്തായാലും ഹോട്ടൽ വേണമെന്ന് നമ്മൾ നിർബന്ധം വാശി പിടിച്ചപ്പോഴാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ. കുറെ പേരോടൊക്കെ ലോഞ്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ വേറൊരു ഫ്രണ്ടിന് തീർച്ചയായും എന്തായാലും